സാഡ്, വെരി സാഡ്. അങ്ങളുടെ കഥ കേട്ടിട്ടും എൻ്റെ ഹൃദയം വിങ്ങുകയാണ്. അങ്കിളിനെ വിഷമിപ്പിക്കരുത്. എത്ര ചോദിച്ചാലും കൊടുത്തിട്ട് പ്രൂഫ് വാങ്ങിക്കൊണ്ടുവാ. നിൽക്ക്. യുദ്ധത്തിലൊരു കാൽ നഷ്ടപ്പെട്ട ശേഷവും ശത്രുക്കളുമായി പൊരുതിയവനാണ് ഞാൻ. ഇന്നും എനിക്ക് സാധിക്കും. നിന്നെ തോൽപ്പിക്കുന്നത് വരെ ഞാൻ പൊരുതും. അനാവശ്യമായി എൻ്റെ പരാജയത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച എൻ്റെ ഈഗോയെ വെറുതെ ഹർട്ട് ചെയ്യരുതങ്കിൾ. എന്തിനാ അങ്കിൾ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? എൻ്റെ ഈഗോ ഒരിക്കലും തോൽക്കില്ല. ജയിക്കുന്നത് എനിക്കൊരു ശീലമാ. എടാ, ഞാൻ മരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല ബായ്. പക്ഷേ ഈ അങ്കിള് മരിച്ചാൽ ഉറപ്പായി നീ ജയിക്കും. എല്ലാ തെളിവുകളും കത്തി നശിക്കണം. ഒന്നും അവശേഷിക്കരുത്. മോളെ, വാവയുടെ ഹോസ്റ്റലിലെ വാർഡൻ ഇവളെ പറ്റി ഒരുപാട് കംപ്ലൈന്റ്സ് പറഞ്ഞു. ഇവൾ അവിടെ നിന്നാൽ വെറുതെ ഉഴപ്പി നശിക്കത്തേ ഉള്ളൂ. പറഞ്ഞ നാള് പിന്നെ നല്ലതാണല്ലോ. അവര് പറഞ്ഞതിനകത്ത് എന്താ തെറ്റ്? അവർക്ക് എല്ലാവരെ കുറിച്ചും മോശം പറയാനേ അറിയൂ. നോക്കു മോളെ, ഇവളെ കൂടി മോളുടെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് മനസമാധാനത്തോടെ കഴിയാമായിരുന്നു. ഇനി ഒരു കൊല്ലം കൂടെ കോളേജുള്ളൂ. അത് കഴിഞ്ഞ് എവിടെയെങ്കിലും പോയൊരു ചെക്കനെ കണ്ടുപിടിച്ച് കെട്ടിച്ച് വിടാമായിരുന്നു. അച്ഛൻ അതൊന്നും ഓർത്തിങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. ഇവൾ എന്റെ കൂടെ നിന്നോട്ടെ. ഒത്തിരി നന്ദി മോളെ. എന്താ മോളെ, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു. ഇതുവരെ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരുന്ന എന്താ? എന്ത് ചോദിച്ചാലും വെറുതെ ഇങ്ങനെ ചിരിക്കും. നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. എന്താ ഉണ്ണി, വല്ല ജോലിയും കിട്ടിയോ അതോ ഇപ്പോഴും ഒറ്റയ്ക്ക് കറക്കം തന്നെയാണോ? ഞാനെന്തിനാ ഒറ്റയ്ക്ക് ഇറങ്ങുന്നേ? എന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ ഇറങ്ങിയാ പോരെ? ഭയങ്കര തിരക്കായിപ്പോ. നിനക്കാ ഗേൾഫ്രണ്ടാ? ശാരദ, ഒരു തമാശ കേട്ടോ. വീട്ടിലെത്തുന്നത് വരെ ചിരിക്കാം. ഉണ്ണി, ഇന്ന് മുതൽ എന്റെ അനിയത്തിയും കൂടി നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ മഹാറാണിമാർക്ക് വേണ്ടി 3 ഉള്ളി, 4 തക്കാളി, 2 പച്ചമുളകും എക്സ്ട്രാ അരിയണം. ഇനി ഈ കൊച്ചു മഹാറാണി എങ്ങനെയുള്ളതാണോ എന്തോ. കണ്ട പെണ്ണിനെ ഞാനെന്തിനാ വെറുതെ. ഇവനെ എങ്ങനെയൊന്ന് കളിപ്പിക്കാം?